നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള ദേശീയ അന്വേഷണം മാസങ്ങളോളം വൈകുമെന്ന് റിപ്പോർട്ട്. ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻനിരയിലുണ്ടായിരുന്ന ജിം ഗാംബിൾ ഉൾപ്പെടെ 2 സ്ഥാനാർത്ഥികൾ പിന്മാറിയതിനെ തുടർന്ന് ഹോം ഓഫീസ് പുതിയ സ്ഥാനാർത്ഥികളെ തേടുകയാണ്. ജഡ്ജിയെ നിയമിക്കുന്നതിന് മുമ്പ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് പരിഗണിക്കുന്നു. അന്വേഷണത്തിന്റെ നേതൃത്വത്തിനായി വിദഗ്ധരെ തിരഞ്ഞെടുക്കാൻ സർക്കാർ ഇരകളുമായി വീണ്ടും ചർച്ച നടത്തും. 5 പേർ അന്വേഷണത്തിന്റെ ഉപദേശക പാനലിൽ നിന്ന് രാജിവെച്ചു. സേഫ് ഗാർഡിംഗ് മന്ത്രി ജസ് ഫിലിപ്സിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ജസിനെ പിന്തുണച്ചു. ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള വ്യക്തമായ ഡേറ്റയുടെ അഭാവം പൊതു നയത്തിന്റെ പരാജയമാണെന്ന് ബാർണസ് കേസി റിപ്പോർട്ട് വിമർശിച്ചു. പോലീസ് വാച്ച്ഡോഗ് ഹോം ഓഫീസിന്റെ മന്ദഗതിയിലുള്ള നടപടികളെ വിമർശിച്ചു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടി. നോർഫോക്കിലെ ബക്കിംഗ്ഹാം ലോഡ്ജ് കെയർ ഹോമിൽ ഒരാൾ തീ കുടിക്കുന്നതിനിടെ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ കെയർ ഹോമിന്റെ പിഴവുകൾ കാരണമായെന്ന് അന്വേഷണം വെളിപ്പെടുത്തി. വാട്ടൺ പ്രദേശത്തുള്ള ഈ സംഭവം കെയർ ഹോമിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം എടുത്തു കാണിക്കുന്നു. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇത് കെയർ ഹോമുകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രാദേശിക മാധ്യമമായ ഈസ്റ്റേൺ ഡെയിലി പ്രസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ്. UK-യിൽ ഡിജിറ്റൽ ID പദ്ധതി 2028 മുതൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ മാത്രം നിർബന്ധമാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറയുന്നതനുസരിച്ച് ആശുപത്രി സേവനങ്ങൾ പോലുള്ള അവശ്യ സേവനങ്ങൾക്ക് ഡിജിറ്റൽ ID ആവശ്യമില്ല. ഈ പദ്ധതി ജീവിതം എളുപ്പമാക്കുമെന്നും ബാങ്കിംഗ് തട്ടിപ്പ് കുറയ്ക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ 3 ദശലക്ഷത്തോളം ആളുകൾ ഒപ്പിട്ട ഒരു പെറ്റീഷൻ ഈ പദ്ധതിക്കെതിരാണ്. സ്വകാര്യത ആശങ്കകൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് സ്റ്റാർമർ ഉറപ്പു നൽകി. 2025 അവസാനത്തോടെ പൊതുജനാഭിപ്രായം തേടും. UK-യിലെ സ്വതന്ത്ര ഡിജിറ്റൽ ID വ്യവസായത്തെ ഈ പദ്ധതി ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചില രാജ്യങ്ങളിൽ ഡിജിറ്റൽ ID നിലവിലുണ്ടെങ്കിലും UK-യിൽ ഇത് വിവാദമായി തുടരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വാട്ടർ കമ്പനികൾ മോശം പ്രകടനത്തിന് 260 ദശലക്ഷം പൗണ്ട് ഉപഭോക്താക്കൾക്ക് റീഫണ്ട് ചെയ്യാൻ ഓഫ്വാട്ട് ഉത്തരവിട്ടു. 40% തുക ഈ വർഷത്തെ ബില്ലുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ബാക്കി അടുത്ത വർഷം ക്രമീകരിക്കും. എന്നിരുന്നാലും 2030 വരെ വാട്ടർ സിസ്റ്റം മെച്ചപ്പെടുത്താൻ ബില്ലുകൾ ഉയരും. 2024 എൻവയൺമെന്റ് ഏജൻസി കമ്പനികൾക്ക് ഏറ്റവും മോശം റേറ്റിംഗ് നൽകി. മലിനീകരണ സംഭവങ്ങൾ 60% വർദ്ധിച്ചതായി കണ്ടെത്തി. തേംസ് വാട്ടർ 75.2 ദശലക്ഷം പൗണ്ട് പിഴയാണ് നേരിടുന്നത്. 1 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ലഭിച്ചതും. കനത്ത മഴയും പഴക്കം ചെന്ന അടിസ്ഥാന സൗകര്യങ്ങളും പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചതായി ഏജൻസി പറയുന്നു. 2027 മുതൽ പുതിയ റേറ്റിംഗ് സംവിധാനം നടപ്പാക്കും. ഉപഭോക്തൃ വിശ്വാസം വീണ്ടെടുക്കാൻ കമ്പനികൾ പ്രവർത്തിക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഹെൽപ്പിംഗ് ഹാൻഡ് മോർഗേജ് ഉപയോഗിച്ച് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ എണ്ണം 53% വർദ്ധിച്ചു. 2024 സെപ്റ്റംബറിൽ ആദായത്തിന്റെ 6 ഇരട്ടി വരെ വായ്പ നൽകുന്നതിനുള്ള മാറ്റം ഈ വളർച്ചയ്ക്ക് കാരണമായി. 23,000-ലധികം പേർ ഈ പദ്ധതിയിലൂടെ വീട് വാങ്ങി. 15,000-ൽ നിന്ന് ഇത് ഉയർന്നിട്ടുണ്ട്. ഒറ്റ അപേക്ഷകർക്ക് 30,000 പൗണ്ടും ജോയിന്റ് അപേക്ഷകർക്ക് 50,000 പൗണ്ടും മിനിമം ആദായം വേണം. 5% ഡെപ്പോസിറ്റോടെ 5-10 വർഷത്തെ ഫിക്സഡ് റേറ്റ് മോർഗേജ് ലഭ്യമാണ്. ഔട്ടർ സൗത്ത് ഈസ്റ്റ്, ലണ്ടൻ, സൗത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ ഈ പദ്ധതി ജനപ്രിയമാണ്. സ്കോട്ട്ലൻഡിൽ 92% ഒറ്റ അപേക്ഷകരാണ്. 2021 മുതൽ 63,000 പേർക്ക് 13 ബില്യൺ പൗണ്ട് വായ്പ നൽകി. സർക്കാരിന് റെഗുലേറ്ററി പിന്തുണയോടെ കൂടുതൽ പേർക്ക് വീട് ലഭ്യമാക്കാനാണ് ലക്ഷ്യം. UK-യിൽ BBC TV ലൈസൻസ് നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ മൊബൈൽ ഉപയോക്താക്കളെ ഞെട്ടിച്ചിരിക്കുന്നു. ലൈവ് TV കാണുകയോ BBC iPlayer ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് TV ലൈസൻസ് ആവശ്യമാണ്. 2025 ഏപ്രിൽ മുതൽ ഒരു കളർ ലൈസൻസിന് 174.50 പൗണ്ടാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവയിൽ വീട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ കാണാൻ അനുവാദമുണ്ട്. എന്നാൽ വീടിന് പുറത്ത് മറ്റൊരു വിലാസത്തിൽ ഉപകരണം ചാർജ് ചെയ്യുമ്പോൾ ആ വീടിന് ലൈസൻസ് വേണം. ഇല്ലെങ്കിൽ 1000 പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം രക്ഷിതാക്കളുടെ ലൈസൻസ് ടൈം താമസ സ്ഥലത്ത് ബാറ്ററി പവർ അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഇത് ബാധകമല്ല. ഈ നിയമം പലർക്കും അവ്യക്തമാണെന്ന് സർവേ വെളിപ്പെടുത്തി.
2026 UK സ്റ്റേറ്റ് പെൻഷൻ 4.8% വർദ്ധിക്കുമെന്ന് ട്രിപ്പിൾ ലോക്ക് നിയമം ഉറപ്പാക്കുന്നു. ഇത് ഫുൾ ന്യൂ സ്റ്റേറ്റ് പെൻഷൻ 241.30 പൗണ്ട് ആഴ്ചയും 12,547 പൗണ്ട് വർഷവുമാക്കും. ഫുൾ ബേസിക് പെൻഷൻ 184.90 പൗണ്ട് ആഴ്ചയിലുമായിരിക്കും. എന്നാൽ 4,53,000 പ്രവാസി പെൻഷൻ ഉടമകൾക്ക് UKയുമായി പരസ്പര കരാറില്ലാത്ത രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ വർധന ലഭിക്കില്ല. കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പെൻഷൻ ഉടമകൾക്ക് പെൻഷൻ ഇമിഗ്രേഷൻ സമയത്തെ നിരക്കിൽ ഫ്രോസൺ ആണ്. 86% പേർക്ക് ഇത് അറിയില്ലായിരുന്നു. 49% പേർക്ക് 65 പൗണ്ടിൽ താഴെ ആഴ്ചയിൽ ലഭിക്കുന്നുണ്ട്. ഫ്രോസൺ പെൻഷൻസ് ക്യാമ്പയിൻ ഈ നയം മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ മാറ്റവും ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ക്യാമ്പയിൻ വെബ്സൈറ്റ് സന്ദർശിക്കാം. ലണ്ടനിൽ പുതിയ വികസനങ്ങളിൽ അഫോർഡബിൾ വീടുകളുടെ കോട്ട 35% നിന്ന് 20% കുറച്ചതായി സർക്കാരും മേയറും പ്രഖ്യാപിച്ചു. നിർമ്മാണ തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും ഡെവലപ്പർമാരെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ വീടുകൾ നിർമ്മിക്കാനും ഈ നടപടി ലക്ഷ്യമിടുന്നു. 20% അഫോർഡബിൾ വീടുകൾ ഉൾപ്പെടുത്തുന്ന ഡെവലപ്പർമാർക്ക് ഫാസ്റ്റ് ട്രാക്ക് അപേക്ഷകൾ ലഭിക്കും. 50-ലധികം വീടുകളുള്ള പദ്ധതികളിൽ സിറ്റി ഹാൾ ഇടപെടാൻ അനുവാദം ലഭിച്ചു. 322 ദശലക്ഷം പൗണ്ടിന്റെ ഡെവലപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും പ്രഖ്യാപിച്ചു. 2016 മേയർ സാദിഖ് ഖാൻ 66,000 വീടുകൾ വർഷം വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2023 4,000 അഫോർഡബിൾ വീടുകൾ മാത്രമാണ് നിർമ്മിച്ചത്. വിമർശകർ ഈ കുറവ് ഡെവലപ്പർമാരുടെ ലാഭം സംരക്ഷിക്കാനും സാമൂഹിക വീടുകളുടെ എണ്ണം കുറയ്ക്കാനും കാരണമാകുമെന്ന് പറയുന്നു. ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ ജോലിയും ശമ്പളവും സംബന്ധിച്ച് നവംബർ 14 മുതൽ 19 വരെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗിനോട് മെച്ചപ്പെട്ട ഓഫർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വാഗ്ദാനങ്ങൾ അവ്യക്തമാണ്. 2ാം വർഷ ഡോക്ടർമാരിൽ പകുതിയും ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതായി BMA സർവേ വെളിപ്പെടുത്തി. ശമ്പള വർധനയും കൂടുതൽ ജോലി, പരിശീലന അവസരങ്ങളും ആവശ്യപ്പെടുന്നു. NHS പതിറ്റാണ്ടുകളായുള്ള കുറവായ നിക്ഷേപം മൂലം തകർച്ചയിലാണെന്ന് ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറഞ്ഞു. സർക്കാർ 1 മണിക്കൂറിന് 1 പൗണ്ട് ശമ്പള വർധന 4 വർഷത്തേക്ക് നിർദ്ദേശിച്ചെങ്കിലും ഡോക്ടർമാർ ഇത് അപര്യാപ്തമെന്ന് കരുതുന്നു. പണിമുടക്ക് ഒഴിവാക്കാൻ സർക്കാർ കാര്യക്ഷമമായ ഓഫർ നൽകണമെന്ന് BMA ആവശ്യപ്പെടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.